എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. സ്തോത്രം. എൻ്റെ അടുത്ത ഭാഗം, നാൾതോറും ഞാൻ അങ്ങയെ വാഴ്ത്തും, അങ്ങയുടെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. രാജാവായി കഴിഞ്ഞപ്പോഴും ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവമായ രാജാവേ. എത്ര പേർക്ക് സ്തോത്രം. താൻ രാജാവാണ് എങ്കിലും പറയുകയാണ്, ഞാനല്ല രാജാവ്, എനിക്കും മീതെ ഒരു രാജാവുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാനാണ് വലിയവനെന്നല്ല, ഈ രാജസ്ഥാനം തന്നത് ദൈവമാണ്. സ്തോത്രം. എനിക്ക് മീതെ രാജാവായിരിക്കുന്നതും ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, സൈന്യമുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ ഞാനല്ല വലിയവൻ. ഹല്ലേലൂയ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. ഈ രാജാക്കന്മാരെ കാണുമ്പോൾ സാധാരണഗതിയിൽ പ്രജകളൊക്കെ പുകഴ്ത്തിയാണ് സംസാരിക്കാറ്. അതൊരു സ്വാഭാവികമായ ഒരു പ്രവണതയാണ്. സാധാരണ പേരൊന്നും പറയാറില്ല, അവിടുന്ന് അങ്ങെന്നൊക്കെ പറയും. പിന്നെ അങ്ങനെയുള്ള വാക്കുകളാണ് രാജാവിനെ പുകഴ്ത്താനായി അന്ന് പ്രജകൾ ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ ദാവീദ് സ്ഥിരം കേൾക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദാവീദ് പറയുന്നു, സ്തുതിക്ക് യോഗ്യനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാത്രമാണ്. ആരെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ അതിന് നമ്മൾ യോഗ്യരായിരിക്കാം. ആ പ്രശംസയ്ക്ക് ചിലപ്പോൾ ഒരു നല്ല വിജയം കിട്ടിയോ, ഒരു നല്ല ജോലി കിട്ടിയോ, എന്തെങ്കിലും അഭിമാനകരമായ ഒരു നേട്ടമൊക്കെ കൈവരിക്കാൻ ദൈവത്തിന് നമ്മോട് ദയ തോന്നിയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ മറ്റുള്ളവരുടെ പ്രശംസാ വാക്കുകളായിട്ട്, നല്ല വാക്കുകളായിട്ടൊക്കെ കേൾക്കുമ്പോൾ എല്ലാ ക്രെഡിറ്റും എടുക്കരുത്. എല്ലാ സ്തുതിക്ക് യോഗ്യൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ചെവിയിലെത്തുമ്പോൾ നമ്മെ ഒന്നുകൂടെ താഴ്ത്താൻ ദൈവം കൃപ തരണം. ദൈവമേ, ഇതൊക്കെ കേൾക്കാൻ അങ്ങനെ യോഗ്യനാക്കിയതിനായി സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താ. ഇതൊക്കെ കേൾക്കാൻ, ഈ പദവിയിലെത്താ, ഇങ്ങനെയൊക്കെ ആയിരിക്കുക, എനിക്കിങ്ങനെയൊക്കെ ചെയ്യാ, എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കുവാൻ, അത് മറ്റുള്ളവർ കണ്ടിട്ട്, അത് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ട് എന്നെ അഭിനന്ദിക്കുവാൻ, പ്രശംസിക്കുവാൻ ഒക്കെ ഇടവന്നത് അങ്ങയുടെ കൃപ കൊണ്ടാണ്. അത് നോക്കുമ്പോൾ അങ്ങാണ് ഇതിന് ഏറ്റവും വലിയ യോഗ്യൻ. അപ്പോൾ യഹോവയാണ് വലിയവൻ, യഹോവയാണ് സ്തുതിക്ക് യോഗ്യനായ കർത്താവ്. സ്തോത്രം. അങ്ങനെ പറഞ്ഞു താഴേക്ക് വരുമ്പോൾ സ്തോത്രം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്, അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും. 8-9 വാക്യങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ്. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. എത്ര പേർക്കൊന്ന് അതരം തുറന്ന് പറയാൻ സന്തോഷമുണ്ട്? യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള കർത്താവ. എൻ്റെ ദൈവം എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും. ദൈവത്തിന് നമുക്ക് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ദൈവം നല്ലവൻ. സ്തോത്രം. പലപ്പോഴും അനീതിക്ക്, പാപത്തിന് തക്ക ശിക്ഷ കിട്ടാതിരിക്കുമ്പോൾ ഈ വാക്യം ഓർത്തോണം, ദൈവം എല്ലാവർക്കും നല്ലവൻ. മാനസാന്തരപ്പെട്ടു വരാൻ, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നുവെച്ച് പാപത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു അനീതിയുള്ള ദൈവമല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ ആരും കരുതരുത്. അങ്ങനെ ദൈവം ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ദൈവം എല്ലാവർക്കും നല്ലവൻ. സ്തോത്രം. നല്ലത് മാത്രം ചെയ്യുന്ന കർത്താവ്. പക്ഷേ ഈ നല്ലതെന്തെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്നത് എന്തെന്ന് എനിക്കറിയില്ല.
വില കൂടിയത് കിട്ടിയത് കൊണ്ട് നമ്മുടെ ജീവൻ നിലനിൽക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ പലയിടത്തും വെള്ളത്തിൻ്റെ വല്ലാത്ത പ്രയാസങ്ങൾ വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. അവർക്ക് വേണ്ടത് ആ അപകടത്തിൽ നിന്നുള്ള ഒരു രക്ഷയാണ്. ഒരു 50 ലക്ഷത്തിൻ്റെ BMW കാറല്ല ഇപ്പോൾ അവർക്ക് വേണ്ടത്. ഒരു വള്ളമായാലും അത് മതി. മനസ്സിലായോ? സ്തോത്രം. മീൻ പിടിക്കുന്ന വള്ളമായാലും ആ സമയത്ത് ഒരു 2 കോടിയുടെ റോൾസ് റോയ്സിനേക്കാൾ വിലയുണ്ട് അതിന്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ! എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം? മനസ്സിന് തോന്നിയത്, ആഗ്രഹിച്ചത് ചിലപ്പോഴൊന്നും കിട്ടിയില്ല. പക്ഷേ എൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടത് എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം തന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ! ആഗ്രഹങ്ങൾ അത് നല്ലതാണോ, അത് ജീവൻ്റെ നിലനിൽപ്പിന് ഉപകാരമാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാ എൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് എനിക്ക് വേണ്ടുന്നത് എന്തെന്ന് ഏറ്റവും നന്നായി അറിയുന്ന ദൈവ, ഹല്ലേലൂയ, ഈ തിരുവെഴുത്ത് പറയുന്നത് പോലെ എൻ്റെ ദൈവം എല്ലാവർക്കും നല്ലവൻ. സ്തോത്രം. നല്ലത് തന്ന് ജീവന് വേണ്ടുന്നത് ഇവിടത്തെ ജീവന് മാത്രമല്ല, നിത്യജീവന് വേണ്ടുന്നത് എന്തെന്നും ദൈവത്തിനറിയാം. സ്തോത്രം. എന്തൊക്കെ തന്ന് എന്നെ നടത്തിയാൽ എനിക്ക് നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയും, അതിനെന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് അറിയുന്നത് സർവശക്തനായ ദൈവം മാത്രമാണ്. അതുകൊണ്ട് നല്ലത് മാത്രം തരുന്ന ദൈവം, ജീവന് വേണ്ടുന്നത് മാത്രം നൽകുന്ന കർത്താവ്. സ്തോത്രം. ആ നല്ല ദൈവത്തിന് എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഇനിയും പ്രാർത്ഥിക്കണം, ദൈവമേ അത് മാത്രം തന്നാൽ മതി. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും എൻ്റെ ബുദ്ധിയില്ലായ്മയിൽ. പക്ഷേ ജീവന് വേണ്ടുന്നത് എന്തെന്നറിയുന്ന ദൈവം അതങ്ങനെ തന്നെ തന്നാൽ മതി. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തും. സ്തോത്രം. താഴ്ന്നിരിക്കുന്നവർ, വേദനയോടെ ഇരിക്കുന്നവരെയൊക്കെ കരം പിടിച്ചുയർത്താൻ ദൈവം ശക്തനാണ്. കാരണം നമ്മളൊരു പാട്ട് പാടുന്നത് പോലെ, ചതഞ്ഞ ഓടയെ ഒടിക്കാത്തവൻ, ഒടിക്കുകയില്ല അവനേറ്റം ചതഞ്ഞതായ ഓട, കെടുക്കുകയില്ല അവൻ തിരി പുക വമിക്കുകയിലും. പഴയ കാലത്ത് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ആ പാട്ട് വരി മനസ്സിലാവത്തില്ല. ഈ മണ്ണെണ്ണ വിളക്കിങ്ങനെ വന്ന് വരുമ്പോൾ അവസാനം ഈ തിരി അങ്ങ് കരിയൊക്കെ കയറി കത്താതെ വരുമ്പോൾ അതിനെ നമ്മൾ കെടുത്തിയിട്ട് ആ കരിയൊക്കെ കളഞ്ഞാലേ പിന്നെ എന്ത് ചെയ്യുള്ളൂ, അത് കത്തുള്ളൂ. സ്തോത്രം. എന്നാൽ കരി എത്ര കയറിയാലും അതിനെ കെടുത്തിക്കളയാതെ പിന്നെയും കത്തിക്കുന്ന ദൈവമാണ്. ലോകം പറയുന്ന ഈ കത്തി തീർന്നെന്ന്, ഇനി കത്തത്തില്ലെന്ന്, ഇനി നിന്നെ കൊണ്ട് കത്താൻ പറ്റില്ലെന്ന്. എന്നാൽ നിന്നെ കൊണ്ട് കത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് കത്തിച്ചിരി. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ! ലോകം പറയും ഇനി കത്തില്ല, ഒരു കാലത്ത് കത്തി, ശരിയാണ്, ഇനി പ്രയോജനപ്പെടുകയില്ല, ഇനി അത് പ്രകാശിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും ദൈവം നിവർത്തുന്നു. അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയാണ്. 15-ാമത്തെ വാക്യം, എല്ലാവരുടെയും കണ്ണ് അങ്ങേ നോക്കി കാത്തിരിക്കുന്നു. ഈ ദൈവം തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതിൻ്റെ 16-ാമത്തെ വാക്യം അതിനേക്കാൾ അനുഗ്രഹമാണ്. അങ്ങ് തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. അടിവരയിട്ട് വെച്ചോണം. ജീവനുള്ളതിന് ഒക്കെയും തൃപ്തിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ജീവനുള്ളതിനൊക്കെയും തൃപ്തിയുണ്ട്. ഇതിൽ തൃപ്തി ഇല്ലാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ, എല്ലാവരും അല്ല, ഒരു കൂട്ടം മനുഷ്യർക്ക്, ബാക്കി എല്ലാത്തിനും ഭയങ്കര തൃപ്തിയാണ്. കാട്ടിലെ മൃഗങ്ങളെ നോക്കൂ, രാവിലെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കണ്ടിട്ടില്ലേ?
ഉച്ചയ്ക്ക് കഴിക്കാനൊന്നുമില്ല, എങ്കിലും അതിനുറക്കമുണ്ട്. നമുക്ക് ഉച്ചയ്ക്കും കഴിക്കാനുണ്ട്, നാളെയും കഴിക്കാനുണ്ട്. എന്നിട്ടും സ്തോത്രം. എല്ലാവരുടെയും കാര്യമല്ല, പറ്റുന്നില്ല പലർക്കും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ സൃഷ്ടികളെല്ലാം എങ്ങനെ ഇരിക്കണം? തൃപ്തരായിരിക്കണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ, നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരെല്ലാം കഴിക്കണമെന്നാണ് പലരുടെയും ആഗ്രഹം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്തും പറഞ്ഞു, എല്ലാം കഴിക്കണമെന്ന് തരുന്ന നിങ്ങൾക്ക് ആഗ്രഹം, കുറച്ച് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. നിങ്ങൾക്ക് സന്തോഷം ഞങ്ങളെല്ലാം കഴിക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾക്ക് സന്തോഷം ആവശ്യമുള്ളത് മാത്രം കഴിക്കുന്നു. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, വരുന്നവർ തൃപ്തരായിരിക്കണം, സന്തോഷമുള്ളവരായിരിക്കണം എന്നുള്ളത് ഒരാഗ്രഹമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെങ്ങനെ ഇരിക്കണം. നമ്മുടെ മക്കളൊക്കെ തലമുറകളുണ്ടല്ലോ, അവരൊക്കെ സന്തോഷമായിരിക്കണം എന്നുള്ളതാണ് അമ്മയപ്പന്മാരുടെ ആഗ്രഹം. സ്തോത്രം. അവർക്ക് ചിലപ്പോൾ നല്ല ജോലി കാണും, നല്ല ശമ്പളം കാണും, പക്ഷേ അതിനേക്കാൾ അപ്പുറമായി അവരെങ്ങനെ ഇരിക്കണം? സന്തോഷമുള്ളവരായി. നമ്മുടെ പിതാവിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം എത്ര പേർക്ക് സ്തോത്രം പറയാം? ഈ നന്മകളൊക്കെ ഞാൻ കൊടുക്കുന്നു, അതിലവർ തൃപ്തരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ജീവനുള്ളതിന് ഒക്കെയും ദൈവം പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു, തൃപ്തി വരണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും തന്ന് തൃപ്തിപ്പെടുത്താമെന്ന് ആരും കരുതരുത്. ഒന്ന് രണ്ട് ചിന്ത ഞാൻ പറയട്ടെ. ഏതേൻ തോട്ടത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഏതേൻ തോട്ടത്തിൽ എന്താണ് കുറവ്? ദൈവം വസിക്കുന്ന, ദൈവം വിസിറ്റ് ചെയ്യുന്ന സ്ഥലം, പാപമില്ലാത്ത കാലം, അവിടെയും ഹവ്വയ്ക്ക് തൃപ്തി വന്നില്ല. കണ്ടോ? വേണ്ടാത്തത് പറിച്ച് കഴിക്കാനായിട്ടൊരു. അങ്ങനെയെങ്കിൽ എന്ത് തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തും? നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും ദൈവ ഉത്തരം തന്നാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തൃപ്തി വരികയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന, മനസ്സിൽ താല്പര്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഇരട്ടി കിട്ടിയാലും ഉറപ്പാണ് തൃപ്തി വരികയില്ല. ഏതേൻ തോട്ടത്തിൽ തൃപ്തിയില്ലായിരുന്നു. ഇസ്രായേലിനെ ദൈവം മരുഭൂമിയിലൂടെ നടത്തി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, എന്നും രാവിലെ പൊഴിയുന്ന മന്ന, പാറയിൽ നിന്നുള്ള വെള്ളം, ഉടുപ്പ് പഴകിയില്ല, ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് തൃപ്തി ഉണ്ടായിരുന്നു. എന്നും പെറുപെറുപ്പ്. അപ്പൊ എന്ത് തന്ന് തൃപ്തിപ്പെടുത്തും? കുഞ്ഞുങ്ങളോടും എല്ലാവരോടും പറയട്ടെ, എന്തെങ്കിലും തന്ന് തൃപ്തിപ്പെടാമെന്നൊരിക്കലും കരുതരുത്. എന്നും എന്ത് കിട്ടിയാലും പിശാച് വന്ന് അടുത്ത് നിന്ന് പറയും, അതില്ലല്ലോ. ഈ ലോകത്തിലുള്ളതല്ല എനിക്ക് കിട്ടിയാൽ എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? എനിക്ക് ആവശ്യമായതല്ലേ വേണം. എന്ത് കിട്ടിയാലും അവൻ പിന്നെ അടുത്ത് വന്നെന്ന് പറയും, നിനക്ക് അതില്ലല്ലോ. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നോടുകൂടെ ഉണ്ടോ? എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ദൈവം നിന്റെ ഭവനത്തിലുണ്ടോ? നീ ഭാഗ്യവാനാണ്. സ്തോത്രം. അതുകൊണ്ട് ചോദിച്ചതൊക്കെ കിട്ടിയാൽ ഞാൻ സന്തോഷവാനാകും, തൃപ്തനാകുമെന്നൊന്നും നീ കരുതരുത്. ഏതേനും തോട്ടത്തിൽ പോലും ഹവ്വയ്ക്ക് തൃപ്തി പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ദൈവം നടത്തിയ മരുഭൂമിയിൽ തൻ്റെ ജനം തൃപ്തരായിരുന്നില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ള ദൂത്, തന്ന് തൃപ്തിപ്പെടുത്തുകയല്ല, തരുന്നവൻ കൂടെയുള്ളത് കൊണ്ട് തൃപ്തി പ്രാപിക്കുക. എത്ര ദൈവമക്കൾ അതുകൊണ്ട് തന്ന് ചോദിച്ചതൊക്കെ കിട്ടി തൃപ്തി അല്ല, തരുന്ന ദൈവം എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തനാണ്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോഴപ്പോഴായി എനിക്ക് തരാൻ ഞാൻ എന്നോട് കൂടെയുള്ള എൻ്റെ ഈ ദൈവം ശക്തനാ. 12-ാമത്തെ വാക്യം കൂടെ. സ്തോത്രം.
യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവർത്തികളിലും ദയാലുവുമാകും. സ്തോത്രം. പലപ്പോഴും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനാണ്. നീതിയില്ലാത്ത ഒരു വഴിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യത്തില്ല, ചെയ്യുകയില്ല. പലപ്പോഴും നമുക്ക് തോന്നും ഇത് നീതിയായ കാര്യമാണോ, ഇങ്ങനെ നടത്തുന്നതായിരുന്നോ ശരിയെന്ന് തോന്നും. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ദൈവം സംസാരിച്ചാൽ ഇയ്യോബിൻ്റെ ഭാഷയിൽ ഇയ്യോബ് പറയും, ഞാൻ വായി പൊത്തിക്കൊള്ളും. യഹോവയ്ക്ക് വളരെ പ്രിയനും നേരുള്ളവനും നിഷ്കളങ്കനുമൊക്കെ ആയിരുന്ന ഈ ഇയ്യോബിന് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴിയുടെ നീതിയെ മനസ്സിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം ദൈവം തിരിച്ചു കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുപോയി, ഇനി മിണ്ടുകയില്ല. ഓ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് നീ മിണ്ടരുത്. സ്തോത്രം. ദൈവത്തിന് അവിടെ ഒരു പദ്ധതിയുണ്ട്. എത്ര ദൈവമക്കൾക്ക് ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താ. ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നീ മിണ്ടരുത്. ഹല്ലേലൂയ. ദൈവം നടത്തുന്നത് കരുണയാലും കൃപയാലുമാണ്. ദൈവം കണക്ക് ചോദിച്ചാൽ നമുക്കൊരിക്കലും കണക്ക് പറയാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? ദൈവം കണക്ക് ചോദിച്ചാലുണ്ടല്ലോ, ദൈവം കണക്കിട്ടാൽ പലയിടത്തും നമുക്ക് നിൽക്കാൻ ഒക്കത്തില്ല. ദൈവം കണക്കിടാത്തത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവം കടങ്ങൾ എഴുതി തള്ളിയത് കൊണ്ട്, ദൈവം കടങ്ങൾ കണക്കിടാതെ തൻ്റെ നന്മ നമ്മുടെ മേൽ പകർന്നത് കൊണ്ട് ഞാനും നിങ്ങളും ഇങ്ങനെ ഇരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് കണക്ക് ചോദിക്കാനോ ദൈവത്തോട് കാര്യങ്ങൾ തിരക്കാനോ അല്ല. ദൈവം നടത്തുന്ന വഴികൾ മനസ്സിലായില്ല െങ്കിലും പറ, യഹോവ സകല വഴികളിലും നീതിമാനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനീതി ശ്രേഷ്ഠകരമാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണിനത് വെളിപ്പെട്ട് വന്നില്ലെങ്കിലും പിന്നീട് അത് വെളിപ്പെട്ട് വരും. രാജസ്ഥാനത്ത് വന്ന ദാവീദിന് പറയാനുണ്ട്, കുറേ ഓടിയതാണ്, കുറേ കഷ്ടപ്പെട്ടതാണ്. എന്നാൽ രാജപദവിയിലിരുന്നിട്ട് ദാവീദ് പറയുന്നു, പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാൻ. ഗുഹയ്ക്കകത്തിരുന്നപ്പോഴും ദൈവം നീതിമാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശൗലനെ വേട്ടയാടി പിടിക്കാനായി എൻ്റെ പുറകെ വന്നപ്പോൾ എന്നെ നടത്തിയ വഴികളിൽ എൻ്റെ യഹോവ നീതിമാൻ. സ്തോത്രം. എന്ന് ആ സമയത്ത് ഉറപ്പിച്ചു പറയാൻ പറ്റിയതുപോലെ വലിയവനായ ദൈവം തൻ്റെ സകല വഴികളിലും നീതിമാനാണ്. അത് തിരിച്ചറിയാനും അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഉന്നതനായ ദൈവം നമുക്ക് കൃപ നൽകി നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഈ തിരുവെഴുത്തുകൾ നമുക്ക് അനുഗ്രഹമായി ഭവിപ്പാൻ സർവശക്തൻ ഇടവരുത്തട്ടെ. സ്തോത്രം.